പി.വി. അൻവറിനെ പാർട്ടിയിൽ കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് DMK പ്രതിനിധിയായ TKS ഇളങ്കോവൻ 24നോട് പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് റഹീസ് തുടരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, കേരളത്തിൽ DMKയ്ക്ക് അവരുടെ കേരള ഘടകം പ്രവർത്തിക്കുന്നുണ്ട്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് അൻവറിൻ്റെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള പേരിൽ സാമ്യമുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഒരു അലയൻസിന്, ഒരു സഖ്യത്തിന് അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിയായി ഒന്ന് നിർത്താൻ അവർ ആലോചിക്കുന്നില്ല എന്നത് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ അൻവർ പറയുന്നത് സെന്തിൽ ബാലാജി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെ ആയിരുന്നല്ലോ. ഗോകുൽ, തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയുമായി ചർച്ച നടത്തി. അപ്പോൾ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നിലവിൽ സ്റ്റാലിൻ്റെ DMKയ്ക്ക് എന്തായാലും അൻവറിൻ്റെ DMKയുമായി ഇപ്പോൾ ഈ നിമിഷം വരെ ഒരു ബന്ധവും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇതിനെ തള്ളിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം എന്തെന്നാൽ CPMൻ്റെ ഭാഗം കൂടിയായിട്ടുള്ള ഇടതുമുന്നണിയിൽ നിന്ന് ജയിച്ചു വന്ന ഒരു MLA ആണ് PV അൻവർ. അതോടൊപ്പം തന്നെ ശേഷം ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ PV അൻവർ സ്വതന്ത്രനായി മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു, അതിൻ്റെ സമ്മേളനം നടക്കുന്നു എന്നൊക്കെ പറയുന്നത്. അവിടെ ഈ DMKയും CPMുമായുള്ള ബന്ധം ഇതിൽ ഏറ്റവും പ്രധാനം തന്നെയാണ്. കാരണം DMK CPMൻ്റെ ഏതൊരു കാര്യത്തിലും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ, അവർ ഉന്നയിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെയും സ്റ്റാലിൻ അതിനോട് ചേർന്ന് പോവുകയും അതിൽ പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയനും സ്റ്റാലിനുമായിട്ടുള്ള ബന്ധം, കേരള മുഖ്യമന്ത്രി നൻപനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പേര് തന്നെ ഇതിനൊരു സാമ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സ്റ്റാലിൻ CPMുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ CPMനെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ CPMനെ ഒരു എതിർക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ട് അൻവറിനെ സ്വീകരിച്ച് കേരളത്തിൽ DMKയുടെ ഒരു വലിയ മുന്നേറ്റം നടത്താം എന്നുള്ള ചിന്തയൊന്നും നിലവിൽ എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനില്ല. ഒപ്പം തന്നെ ഉദയനിധി സ്റ്റാലിനും അത്തരത്തിലൊരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം പാർട്ടിയിൽ ഒരു തരത്തിലും ചർച്ച അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയെ സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല, അൻവറുമായി രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം ഒറിജിനൽ DMK വക്താവായ TKS ഇളങ്കോവൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ DMK പ്രതിനിധികളുടെ സാന്നിധ്യമെന്ന് അൻവറിൻ്റെ അവകാശവാദം, അത് എത്രത്തോളം സാധ്യമാകും അല്ലെങ്കിൽ അങ്ങനെ പ്രതിനിധികൾ പങ്കെടുക്കുമോ, നിരീക്ഷകർ എത്തുമോ എന്നുള്ളത് ഇനി മഞ്ചേരിയിൽ കണ്ടറിയണം.